ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വർക്ക്സ്. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK അതായത് NHS വർക്ക് ചെയ്യുന്ന നഴ്സസിന് സെപ്പറേറ്റ് പേ സ്പൈന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്കുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ വീഡിയോസ് ഇനി അറിയാത്തവരെല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോസിന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇവിടുത്തെ പേ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ആലോചന ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പേ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ AFC അഥവാ അജണ്ട ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പേ സ്ട്രക്ചറാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. ഇത് 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൻഡ് 2024 ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 20 വർഷങ്ങളായിട്ട് സെയിം പേ സ്ട്രക്ചർ ഗവൺമെന്റ് ഇപ്പൊ ഒരു ഓപ്പൺ കൺസൾട്ടേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ സർവേ ആണ്. നമ്മളത് ഓൺലൈൻ സർവേ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ സർവേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ സമയപരിധി എന്ന് പറയുന്നത് ഈ വരുന്ന April 4 വൈകുന്നേരം 11:59 PM 11:59 സമയം വരെയാണ്. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഗവൺമെന്റ് അത് റിവ്യൂ ചെയ്യും. നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ റെസ്പോൺസസ് ഒക്കെ ഗവൺമെന്റ് റിവ്യൂ ചെയ്തതിന് ശേഷം നല്ലൊരു ഡിസിഷൻ എടുക്കും. അതാണ് ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പം വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഓപ്പൺ കൺസൾട്ടേഷൻ 4 അവരത് ക്ലോസ് ചെയ്തു. ഇപ്പം അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ RCN പുറത്തുവിട്ടിട്ടുണ്ട്, RCN അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു സർവേയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സർവേയിൽ പങ്കെടുത്ത 87% ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കിൽസും എഡ്യൂക്കേഷനും റെസ്പോൺസിബിലിറ്റിയും എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ബാൻഡും നമ്മുടെ സാലറി നമുക്ക് കിട്ടുന്ന ഒരു പേ എന്ന് പറയുന്നതും ഭയങ്കര കുറവാണ്, ഭയങ്കര ഷോക്കാണ് എന്നൊരു രീതിയിൽ തന്നെയാണ്. അതായത് നമ്മുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വേതനം അല്ലെങ്കിൽ ഒരു സാലറി അല്ല നമുക്ക് കിട്ടുന്നത് എന്നൊരു കൺക്ലൂഷൻ തന്നെയാണ് കൂടുതൽ ആൾക്കാരും ആ ഒരു രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കൺക്ലൂഷൻ മാത്രമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്, ഇത് കൂടാതെ ഒട്ടനവധി കാര്യങ്ങളും കൂടി ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഇതാണ് കേട്ടോ, അതാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി ഈ ഒരു സർവേയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ നിങ്ങൾക്ക് കാണണം, വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കയറി ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു റെസ്പോൺസ് RCN ഓൾറെഡി ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർ ഒരു 4 കാര്യങ്ങളും കൂടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നഴ്സിംഗ് നീഡ്സ് എ ഫ്രഷ് സ്റ്റാർട്ട്. അതായത് 20 വർഷമായിട്ട് അജണ്ട ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പേ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അത് മാറ്റി ഈക്വൽ പേ ഫോർ വർക്ക് ഓഫ് ഈക്വൽ വാല്യൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു പേ സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഈസ് നോട്ട് എ കോളിംഗ്. ഒരു വുമൻസ് വർക്കോ ഒരു വൊക്കേഷനോ ഒന്നുമല്ല. വി ആർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ വി ആർ ലീഡേഴ്സ്, വി ആർ എക്സ്പേർട്സ്. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ആൻഡ് സയൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് നീഡ്സ് റെക്കഗ്നീഷൻ. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഒരു ബാൻഡ് 5 നഴ്സിന് രജിസ്റ്റേർഡ് നഴ്സ് ബാൻഡ് 5 നഴ്സിന്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 28,000 pounds മുതലാണ്. അപ്പം അത് മാറ്റി 35,000 മുതൽ സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് അപ് ടു 50,000 വരെ വേണം എന്നൊരു കാര്യമാണ് അവർ ചോദിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു നഴ്സിംഗ് സപ്പോർട്ട് വർക്കേഴ്സിന് ഒരു 27,000 നിന്നും മുതൽ സ്റ്റാർട്ട് ചെയ്യണം അവരുടെ പേയ്മെന്റ് എന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്. ആൻഡ് 4ാമത്തെ കാര്യം പറയുന്നത് നഴ്സിംഗ് നീഡ്സ് എ ന്യൂ കരിയർ ഫ്രെയിംവർക്ക്. അതായത് US, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലൊക്കെ പോലെ തന്നെ നഴ്സസിന് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂ പേ സ്ട്രക്ചർ കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ 4 കാര്യങ്ങളാണ് RCN മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡിസ്കഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നമുക്കും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആണ്. ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത്തരം ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് വന്നതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ UK നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ.